വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ ഇന്നൊരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അദൃശ്യം 2022 തോന്നുന്നു ഇറങ്ങിയ മൂവിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല ഈ മൂവിയെ കുറിച്ച്. അദൃശ്യം പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. മലയാളത്തിലും ഉണ്ട്, തമിഴിലും ഒരേ സമയം മേക്ക് ചെയ്ത ഒരു മൂവിയാണ് ഈ പറഞ്ഞ അദൃശ്യം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. സൂപ്പർബ് ത്രില്ലിംഗ് ആയതും ട്വിസ്റ്റുകളുടെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെ കാണേണ്ട ഒരു മൂവി തന്നെയാണിത്. നമ്മൾക്ക് ഒട്ടും പ്രൊഡക്ഷൻ അല്ലാതെ, അതായത് മുൻവിധി ഇല്ലാതെ നമുക്ക് ഇത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കില്ല. പിന്നെ അതുപോലെ ജോജു ജോർജ് ആണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഷറഫുദ്ദീൻ ഉണ്ട്, പിന്നെ നരേനുണ്ട്. ലേഡി കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു നെഗറ്റീവ്നെസ് വിളിച്ചോതുന്ന ഒരു സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോയത്. എനിക്ക് തോന്നുന്നത് തമിഴ് മലയാളം മിക്സിങ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ തമിഴില് ഉള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, അതുപോലെ മലയാളത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ടായിരിക്കും മേ ബി ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഈയിടെ ഇറങ്ങാൻ പോണ ഒരു എന്താ പറയാ, കിഷ്കിന്ധാകാന്ഡം പോലത്തെ ഒരു മൂവിയാണ്. പോലത്തെ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കിഷ്കിന്ധാകാന്ഡം ഇൻസ്പയർ ചെയ്തേക്കണത് ആ ഒരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു മൂവിയാണ് സാക് ഹാരിസ് ഡയറക്ട് ചെയ്ത ജുവൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് അത് ചെയ്തേക്കണത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇതൊന്ന് കണ്ടു നോക്കുക. പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. നല്ല സൂപ്പർ മൂവിയാണ്, ഒരിക്കലും ബോറടിപ്പിക്കില്ല. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു. മലയാളത്തിൽ കാണേണ്ടവർക്ക് മലയാളത്തിൽ കാണാം, തമിഴ് അറിയാവുന്നവരാണെങ്കിൽ തമിഴ് കാണുക. ഞാൻ നിങ്ങളെ മോട്ടിഫൈൻഡർ. ഇതൊരു മൂവി റിവ്യൂ ആയിട്ട് മാത്രം കണ്ടാൽ മതി, നോ മോട്ടിവേഷൻ വീഡിയോ. എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.